ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഡെയിലി ക്ലീനിങ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ഐഡിയാസും ഒക്കെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇന്ന് കാണിക്കുന്ന എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ എന്നും പറയുന്ന പോലെ നിങ്ങൾ ഹോം മേക്കിംഗ്, ഹോം ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ക്ലീനിങ് ജോലികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഫ്ലോറൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് എപ്പോഴും മോപ്പ് ചെയ്തൊക്കെ ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലോറൊക്കെ നല്ല ക്ലീൻ ആയിട്ടും എപ്പോഴും നല്ല ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ നമ്മൾ നമ്മുടെ ക്ലീനിങ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്ലോറൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറൊക്കെ എപ്പോഴും നല്ല ഷൈനി ആയിട്ട് തന്നെ ഇരിക്കും, നല്ല നീറ്റായിട്ട് ഇരിക്കും. നമ്മൾ നോർമൽ വാട്ടറിൽ തുടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂടുവെള്ളത്തിൽ തുടയ്ക്കുന്ന സമയത്ത് നല്ല നീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ടൈലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം. വുഡൻ ഫ്ലോർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ചൂടുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത്. ബാക്കി ഏത് ഫ്ലോറിലും നമുക്കിതുപോലെ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഫ്ലോർ തുടച്ചെടുക്കുമ്പോൾ ഫ്ലോർ നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫ്ലോറൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇതുപോലെ മുടി, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കരടുകളൊക്കെ നമ്മൾ തുടയ്ക്കുന്ന സമയത്തും ഇതുപോലെ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ മോപ്പിലും അതെ, മുടിയൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. നമ്മുടെ ക്ലീനിങ് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുക്കുമല്ലോ, ആ വെള്ളം എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലൊരു ബാത്ത് മഗ് എന്തെങ്കിലും അതിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടും. അപ്പോൾ നമ്മൾ ഫ്ലോറൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അപ്പം തന്നെ ഈ ഒരു മഗ്ഗിലേക്ക് അത് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. വീണ്ടും ആ ഹെയറൊക്കെ സ്റ്റക്ക് ചെയ്തിട്ടുള്ള മോപ്പിനെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുക്കുന്ന ഇതും ഒഴിവാക്കാം. ഫ്ലോർ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചാലും ഫ്ലോർ ഇപ്പോഴും നല്ല നീറ്റായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ടും നല്ല നീറ്റായിട്ടും ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ബെഡൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ വിരിച്ചിടാറുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ബെഡിനെ കുറിച്ച് അത്ര ശ്രദ്ധിക്കാറുണ്ടാവില്ല. ബെഡിൽ പലപ്പോഴും നന്നായിട്ട് പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ബെഡൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. ബെഡ് നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രെഡൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബെഡൊക്കെ വിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലൊരു ബ്രഷ് വെച്ച് ബെഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല നീറ്റാക്കിയിട്ട് വിരിച്ചിടുമ്പോഴാണ് നമ്മുടെ ബെഡ് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാവുള്ളൂ. അതുപോലെ നമ്മുടെ കിച്ചണിലെ സിങ്ക് ഏരിയ എപ്പോഴും നമ്മൾ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ സിങ്കൊക്കെ എത്ര ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാലും സിങ്കിൻ്റെ ഉള്ളിൽ നിന്നൊരു ബാഡ് സ്മെല്ലൊക്കെ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളൊരു 2-3 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലെ സിങ്കിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സിങ്കൊക്കെ നല്ല ക്ലീൻ ആക്കി ഇടുന്നതിനൊപ്പം തന്നെ അതിനകത്ത് നിന്ന് ബാഡ് സ്മെല്ലൊന്നും വരാതെ ഇരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് അല്ലേ കുക്കറുകൾ. പക്ഷേ ഈ കുക്കറുകൾ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ കുക്കറൊക്കെ ഡെയിലിയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിലും കുക്കറിനകത്ത് പലപ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറ പിടിച്ച പോലെയൊക്കെ എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്.
അതായത് നമ്മളിപ്പോൾ കുക്കർ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളത്തിനൊപ്പം തന്നെ നമ്മൾ ഏത് വാഷിംഗ് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് അതും, ഒപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും, അതുപോലെ തന്നെ ഒരു ലൈമും നമ്മൾ ഇവിടെ ഇപ്പം ഞാനൊരു പകുതി ലൈമാണ് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പകുതി ലൈമും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുക്കറിനകത്തുള്ള കറയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ കണ്ടില്ലേ, അത്ര വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, കാരണം നമ്മളിത് തിളപ്പിച്ച് എടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റോളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നന്നായി ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ തിളച്ചൊന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അങ്ങനെ ഒന്ന് 2-3 തവണ നമ്മൾ ചെയ്യണം. കാരണം കുക്കറിൻ്റെ മുകളിലുള്ള ഏരിയസിലും കൂടെ ഇത് തട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ വെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എടുക്കുമ്പോൾ കുക്കർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചൂടാറിയതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുക്കറിനകത്ത് മാത്രമല്ല, കുക്കറിൻ്റെ അടിയിലും ഇതേപോലെ ഇങ്ങനെ കറകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഈ ഒരു വെള്ളത്തിൽ നമ്മൾക്ക് കുക്കർ ഇറക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് താഴത്തെ പാർട്ട് ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ അതിൽ ഇറക്കി വെക്കുന്നില്ല, മറിച്ച് ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡും ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കറകളൊക്കെ ഈസി ആയിട്ട് റിമൂവ് ആവും. ഇപ്പോൾ ഞാൻ കുക്കറൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തു. അതിനുശേഷം കുക്കറിനകത്തുള്ള കറകളൊക്കെ പോയിട്ട് കുക്കർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ കുക്കറൊക്കെ ഒന്ന് ബേണായി പോണ സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഐഡിയ ഫോളോ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഹെയർ ഒക്കെ കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ബ്രഷുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം അതിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമാണ് കഴുകേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ ഒരു സ്റ്റിക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഹെയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബ്രഷ് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈപ്പ് ബ്രഷ് ആണെന്നുണ്ടെങ്കിലും അതെ, ഈ ഒരു സ്റ്റിക്ക് വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് ഹെയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ കംപ്ലീറ്റ് ഹെയർ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ എന്തെങ്കിലും കുറച്ച് വെള്ളവും കുറച്ച് ഷാമ്പുവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ ബ്രഷ് അതിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്രഷ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ടി വരില്ല. ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ ബ്രഷ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പലപ്പോഴും നമ്മൾ കിച്ചണിലേക്ക് പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ സ്റ്റിക്കറുകൾ ഉണ്ടാവും. ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കളയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിലാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ക്യാൻഡിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പ്ലേറ്റോ കുറച്ച് വലിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ വെച്ചിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കറിൻ്റെ താഴത്തെ ഭാഗത്ത് ഈ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആ സ്റ്റിക്കർ ഈസി ആയിട്ട് ഇളകി പോരും. അപ്പോൾ നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സ്പൂണൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ സ്റ്റിക്കർ ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇപ്പം ഞാനിത് ഒരുവിധം എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ആ ഒരു പശയുടെ ഭാഗം മാത്രമാണ് ഉള്ളത്. അതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ കുറച്ച് ഓയിൽ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം
പിന്നെ നമ്മൾ ഒരു സാധാരണ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ ആ പശയൊക്കെ പോന്നിട്ടുണ്ടാവും. പാത്രം നല്ല നീറ്റായിട്ട് ആ സ്റ്റിക്കറൊക്കെ റിമൂവ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റിക്കറും റിമൂവ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ കഴുകിയെടുത്ത് പാത്രം നല്ല നീറ്റായിട്ട് വലിയ ടൈമൊന്നും എടുക്കാതെ തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.